എല്ലാവരും കൂട്ടുകാർ അടിമാലിൽ ഞാൻ വന്നപ്പോൾ എന്നോട് ആർക്കും ഇവിടെ എല്ലാവർക്കും വലിയ സ്നേഹം. മായയുടെ അമ്മ ഞങ്ങൾക്ക് കണ്ട് ഏറ്റവും വലിയ സന്തോഷമായി. ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും 3 ജീവനും ഒരുമിച്ച് തിരിച്ചു കിട്ടിയപ്പോൾ അത് സന്തോഷിക്കേണ്ട ഒരു സന്തോഷമല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചാനൽ ഞങ്ങൾ ഏത് ചാനലാണോ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ എല്ലാം കെട്ടും പോയി. അപ്പം തന്നെ അവിടുന്ന് വേഗം ഇറങ്ങിപ്പോന്നു. അപ്പോൾ പറഞ്ഞു ഞാനോർത്ത് വീട്ടിൽ വന്നായിരിക്കുമെന്ന് ഓർത്തു. അപ്പോഴാണ് അറിയണേ കൊച്ചു പറഞ്ഞു അല്ല മമ്മി അത് വീട്ടിൽ വന്നല്ലേ. ഇവർ 3 പേരെ ഞാൻ കാണണേ ആദ്യം ചാനലിൽ TV ഓൺ ആക്കുമ്പോൾ ഇവർ 3 പേരെ കാണണേ. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എൻ്റെ ദൈവമേ സന്തോഷമായി നന്ദി പറഞ്ഞു, ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞേച്ച് അപ്പം തന്നെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കൂടുതലായി. തൊട്ടടുത്ത് താമസിക്കുന്ന ഇവിടെ ഇച്ചിരി ഉള്ളു വഴി. പിന്നെ രാത്രിയൊക്കെ ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടല്ലേ, പ്രായമായവരല്ലേ എല്ലാവരും ഇരുന്ന്. ഞങ്ങൾ കുറേ രാത്രിയായപ്പോൾ വീടുകളിൽ കൂടി പോയി. ചേച്ചിന്റെ വിരക്കൽ ഇതുവരെ മാറിയിട്ടില്ല. അതെ മായ ചേച്ചി മോനെ ഒത്തിരി വിഷമിച്ചു. ഞങ്ങൾ ഇവിടെ കൊണ്ട് നേരം വിളിച്ചു, ഞങ്ങൾ ഉറങ്ങിയില്ല. ഞാൻ പോയപ്പോഴോട് പറഞ്ഞിട്ടാ പോയി. 7 മണിക്ക് ഈ വീട്ടിൽ വന്നാൽ ഞാൻ 7 മണിക്ക് വീട്ടിൽ വന്നിട്ട് ഇതുവരെ എന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. ഇവിടെ കാണാന്നിട്ട് കണ്ടിട്ട് വേണം പോകാൻ നോക്കും. പക്ഷെ ഞങ്ങള് 3 പേര് ആ കാടിന്റെ അകത്തുനിന്ന് വരുന്നത് ആദ്യം കണ്ടു. 3 പേര് ധൈര്യത്തോടെ ഞങ്ങളായി നടന്നു വരുന്നു. ഞങ്ങൾ 3 പേരും പോയി. രാവിലെയും പോയി രാത്രിയും പോയി. ഞങ്ങൾ 2-3 പ്രാവശ്യം പോയി. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കുറച്ച് പേർക്ക് നടക്കാൻ പറ്റില്ല, അവർക്ക് കാലിന് വേദനയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകണ്ട, തിരിച്ചു പോകാൻ. പിന്നെ പാറയെ കയറി നിന്ന് കൂവി, ഭയങ്കരമായിട്ട് കൂവുകയും വിളിക്കുകയും ചെയ്തിട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നത്. അതൊന്നും പക്ഷെ അവർ കേട്ടില്ല എന്ന് തോന്നുന്നു. അവരത് കേട്ടില്ല. കുറച്ച് ഉള്ളിലേക്കായിപ്പോയി. പേടിയുണ്ട്. ഈ കാട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഇവര് പെണ്ണുങ്ങളല്ലേ, ശരിക്കും നമ്മുടെ ആൾക്കാരാണോ ചില തരത്തിൽ പേടിച്ചു പോയി. അപ്പൊ ഇവർക്ക് ഒച്ചയെടുക്കാൻ വയ്യ. നമ്മൾക്ക് അനുകൂലമുള്ളവരല്ലെങ്കിൽ വേറെ വല്ല പുറനാട്ടുകാരൊക്കെ ആണെങ്കിൽ ഇവര് പിന്നെ അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് തന്നെയാ 3 പേരും വിചാരിക്കണം നിൽക്കണത്. എത്ര ദൈവം കൊടുത്ത ധൈര്യം, അവരുടെ ധൈര്യം ദൈവം കൊടുത്തതാന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. എന്തായാലും സുരക്ഷിതരായി 3 പേരും തിരികെ വന്നിരിക്കുന്നു. പശുവിനെ തേടി പോയതാണ്. അപ്പോൾ പശു അതിനു മുമ്പ് ഇവിടെ സേഫായിട്ട് എത്തുകയൊക്കെ ചെയ്തു.